ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങളുടെ നേർക്കുള്ള എല്ലാ മുനകളും ഒടിച്ചുകളയാൻ സർക്കാർ വല്ലാണ്ട് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. ആദ്യം കേസിന്റെ സ്ഥിതിഗതികൾ വളച്ചൊടിക്കാനും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വിഷയം മായ്ക്കാനുമൊക്കെയായി കോൺഗ്രസിനെ പഴിചാരുകയായിരുന്നു. ഒടുക്കം ഒന്നും ഏൽക്കാതെ വന്നപ്പോൾ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ചുള്ള ഫോട്ടോയും പൊക്കിക്കൊണ്ട് CPM നേതാക്കൾ വന്നു. പക്ഷേ അതും പാളി. ഇപ്പോഴിതാ അടുത്ത അടവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. പക്ഷേ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടല്ല, മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലാണ്. തങ്ങളുടെ ചാരന്മാരെ SIT സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയിൽ CPM ബന്ധമുള്ള 2 CIമാരെ നിയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൊത്തി ഇപ്പോൾ കൊമ്പത്ത് കയറിയാണ് സർക്കാർ കൊത്തിയിരിക്കുന്നത്. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള SITയിൽ നുഴഞ്ഞുകയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കം. SITയെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഴ്ച അന്വേഷണ സംഘത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കുകയാണ്. ഇനി ഈ വിഷയവുമായി വരുന്ന ഓരോ കാര്യങ്ങളും എന്തടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതൊക്കെ സർക്കാരിന്റെ ഓരോ നാടകങ്ങളാണെന്ന് ജനങ്ങൾക്ക് പണ്ടേ മനസ്സിലായതാണ്. ഈ പേരുകൾ വന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPMന് വേണ്ടി പണിയെടുക്കുന്ന ഉന്നതനുമാണ്. കൂടാതെ ക്രമസമാധാന ചുമതലയിൽ ഇരുന്നപ്പോൾ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി കുപ്രസിദ്ധനായ വ്യക്തിയാണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPMന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നും VD സതീശൻ പറയുന്നു. മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോപിച്ചിരുന്നതാണ്. അവരുടെ ഇടപെടലും SITയെ നിർവീര്യമാക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമുള്ള ഈ നീക്കത്തിന് പിന്നിലുണ്ട്. SITയുടെ നീക്കങ്ങൾ സർക്കാരിലേക്ക് ചോർത്തുകയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയുമാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെയും CPMന്റെയും നീക്കത്തിന് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും അട്ടിമറിക്കാനാണ് ഇവരുടെ നീക്കം.